ഇന്ന് അങ്ങനെ ഒരു ഈവനിങ് വ്ളോഗാണ്, ഒരു മിനി വ്ളോഗാണ്. ഇന്ന് സ്കേറ്റിംഗ് ഉണ്ട് മോൾക്ക് 6 മണിക്കാണ്. അപ്പോൾ മോളെയും മോനെയും കൊണ്ട് ഞാനിങ്ങ് മാമിയുടെ അങ്ങോട്ട് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. ഇക്കാടെ വീട്ടിലോട്ട് പോവുകയാണ്. മോനെ അവിടെ ആക്കിയിട്ട് അവിടെ നിന്ന് മാമിയുടെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ സ്കേറ്റിങ്ങിന് അങ്ങോട്ട് പോകും. അപ്പോൾ ഇവർ രണ്ടുപേരും കൈ പിടിച്ച് നടക്കത്തുള്ളൂ. എന്നെ പിടിക്കാൻ പറഞ്ഞാലും കേൾക്കത്തില്ല, രണ്ടും കൂടെ കൈയും പിടിച്ച് നടക്കത്തുള്ളൂ. അപ്പോൾ ഇവന് രണ്ടുപേർക്കും ഡോഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഒരു ഡോഗ് ഇടുന്ന് കുരയ്ക്കുന്ന കണ്ടിട്ട് പേടിച്ച് എൻ്റെ അടുത്ത് ഓടി വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 2 വേഫറൊക്കെ കഴിച്ച് പിന്നെ ഒരു 5:45 വണ്ടി എടുത്ത് ഞങ്ങൾ സ്കേറ്റിങ്ങിനെ കൊണ്ട് പോകാനായിട്ട് മോനെ അവിടെ ആക്കിയിട്ട്. ഇത് തൊട്ടടുത്ത് ഉള്ള ഡോഗാണ് കേട്ടോ. അതെപ്പോഴും എന്നെ കാണുമ്പോൾ ഇങ്ങനെ നോക്കിക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും കഥയൊക്കെ തുറക്കാം മമ്മ, ഞാൻ തുറക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ തുറക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് തുറക്കുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ തുറക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ആൾക്ക് പറ്റിയില്ല തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ തന്നെ തുറന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പൈനാപ്പിൾ എടുത്ത് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ സ്കേറ്റിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ എല്ലാവരും അവിടെ സ്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മോക്ക് ഇപ്പം കുഴപ്പമില്ലാതെ അവൾ നന്നായിട്ട് സ്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ സ്കേറ്റിങ്ങിന് വന്നിട്ട്. പക്ഷേ ആൾക്കിത് ഭയങ്കര പാഷനാട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഇതിലാക്കിയത്. മുന്നേ അവൾ നന്നായിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് റേസൊക്കെ ഉണ്ടായിരുന്നു. ആൾ സെക്കൻഡിലോട്ടൊക്കെ വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് മാമിയുടെ അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും അവിടെ ലെഫ്റ്റ് ഓവർ ചോറ് ഞാൻ ചട്ടിയിൽ ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അങ്കിള് വടയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് ഇവിടെ എന്താ സീരിയൽ എന്തോ ഇട്ടേക്കായിരുന്നു അമ്മമ്മ. അങ്ങനെ ഞാൻ വല്യമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വല്യമ്മ സീരിയലും കണ്ട് വടയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും കൂടെ അവരെ കൂടെ ജോയിൻ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ കഴിക്കുന്ന പാത്രം അപ്പം തന്നെ കഴുകി വെക്കും. എൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇട്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കഴുകി വെക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അപ്പം ഉള്ളത് അപ്പം തന്നെ കഴുകി വയ്ക്കും. അതൊരു നല്ലൊരു ഗുഡ് ഹാബിറ്റാണ്. പക്ഷെ ഞാനങ്ങനെ എൻ്റെ അവിടെ ചെയ്യാറില്ല. പിന്നെ ഇതെൻ്റെ കസിൻ്റെ മോനാണ്. ഇപ്പോൾ മോൻ ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. മോനും മോക്കും ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും അവർക്ക് കുറേ ടൈം പോകുമല്ലോ. പിന്നെ മോക്ക് നാളെ ഹിന്ദിയുടെ എക്സാം ആയിരുന്നു. ഇവനൊന്നും സമ്മതിക്കില്ല, അവളെ പഠിക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് ഇവർ രണ്ടുപേരും കിടത്തി ഉറക്കി. അപ്പോൾ ഒരു രാത്രി 12 മണിയൊക്കെ ആയപ്പോഴേക്കും ബെറോട്ടയും ചിക്കനും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ ആര്യൻ മൂവി അത് കൊള്ളാം കേട്ടോ. കുറച്ച് ഹാഫേ കണ്ടിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറക്കം വന്ന് രാവിലെ എന്തായാലും എണിക്കണമല്ലോ മോളെ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ, ലവ് യു ആൾ.